ബിന്ദുവിന്റെ മരണകാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആവർത്തിച്ച് കുടുംബം. ബിന്ദുവിനെ കാണാനില്ല എന്ന കാര്യം അറിയിച്ചപ്പോൾ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് മന്ത്രി വി.എൻ. വാസവൻ ആവർത്തിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാകാത്തതുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറാതിരുന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി. പുന്നൂസ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. തീർച്ചയായും ചിലപ്പം ജീവൻ രക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അന്നേരം അവർ ഒന്നുമില്ലെന്നും പറഞ്ഞ് നിൽക്കുക അതിൻ്റെ അടിയിൽ ആരും പോയിട്ടില്ലെന്ന്. തീർച്ചയായും അത് തന്നെ അങ്ങനെ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റില്ലാതെ വരുത്തണമല്ലോ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അന്വേഷിച്ചില്ല. അവരവരുടെ കാര്യം കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോവുമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. സർക്കാരിന്റെ അനാസ്ഥക്കിരയാണ് ബിന്ദുവിന്റെ കുടുംബം. നിസ്സഹായനായി ഭാര്യയെ തിരഞ്ഞു നടന്നതിന്റെ വേദന വിശ്രുതന്റെ വാക്കുകളിലുണ്ട്. ഇനി ആർക്കും ഈ ഗതികേട് ഉണ്ടാവരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് സർക്കാർ നിലപാട്. രക്ഷാപ്രവർത്തനത്തെ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കുടുംബത്തിന് സർക്കാർ അടിയന്തര സഹായം കൈമാറും. അതിനെ വളച്ചൊടിച്ചാണ് നിർത്തിവെക്കാൻ പറയുന്നത്. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നത് കേട്ടിട്ട്, അതാണ് യഥാർത്ഥത്തിൽ അവിടെ ചില ആളുകൾ ചെയ്തത്. അത് രാഷ്ട്രീയമാണ്. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ സമ്മതിക്കുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് സാങ്കേതിക തടസ്സം ചൂണ്ടിക്കാട്ടി കൈ കഴുകുകയാണ് അധികൃതർ. ഇതൊരു സർജിക്കൽ ബ്ലോക്കാണ്, ഒരു സാധാരണ കെട്ടിടമല്ല, ഒരു മെഡിക്കൽ വാർഡല്ല. സർജിക്കൽ ബ്ലോക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാകണം. മീഡിയ 1 കോട്ടയം.